Warm greetings, ladies and gentlemen, girls and boys. Welcome to Priya Jacobs Mera Man, My Mind, along with our title sponsor, Contour Backwaters Hotel Resort and Convention Center, and few more co-sponsors. Senior citizen motivate ennulla ee program main aim to make them understand that they need to live their life to the fullest, and also along with it to our younger generation, ചെറിയ തലമുറയോട് നമുക്കൊരു കൊടുക്കാനുള്ള മെസ്സേജും ഇതാണ്, that they have to love, respect, consider and take care of the senior citizens. നാളെ അവരും ഈ സീനിയർ സിറ്റിസൺ ചെയറിൽ വന്ന് ഇരിക്കേണ്ടതാണെന്ന് മറക്കാതെ ഇപ്പോൾ നമ്മളുടെ എൽഡേഴ്സിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജുമാണ് നമ്മളുടെ ഈ എപ്പിസോഡ്സിൻ്റെ എല്ലാം മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ടു ടുഡേയ്സ് ഗസ്റ്റ്. സർ, നമസ്തേ. നമസ്തേ. താങ്ക് യു ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ചതിനായിട്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് സർ, can you introduce yourself to our viewers? എൻ്റെ പേര് തങ്കപ്രസാദ്. ഞാൻ 38 ഇയേഴ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ചെയ്തിട്ട് 2015 നവംബർ 30 റിട്ടയർ ചെയ്തു. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ 2017 മുതൽ ഒരു മാരത്തോൺ റണ്ണറാണ്. 2017 തൊട്ട് ഇതിനകം ധാരാളം ഫുൾ മാരത്തോൺ 42.2 കിലോമീറ്റർ റണ്ണ്, 21.1 കിലോമീറ്റർ റണ്ണ്, 10 കിലോമീറ്റേഴ്സ് റണ്ണ്, ഒരു 50-ലേറെ റൺ ഞാൻ നടത്തിയിട്ടുണ്ട്. Sir, can you tell our viewers, നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാമോ how young you are? ഞാൻ പ്രായത്തിൽ 69 ഉണ്ടെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും 35. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സർ 69 എന്ന് പറഞ്ഞില്ലേ, സാറിൻ്റെ മൈൻഡിൽ ലൈക്ക് വാട്ട് യു ഫീൽ ഈ 69 ഇയേഴ്സിൽ എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്? ഡു യു ഫീൽ എല്ലാം തീരാൻ പോവാണ്, അതോ യു ഫീൽ ലൈക്ക് നോ ഐ സ്റ്റിൽ ഹാവ് ടൈം, ഐ സ്റ്റിൽ നീഡ് ടു ഡു തിങ്സ്? എന്താണ് സാറിൻ്റെ ഒരു മൈൻഡ് സെറ്റ്? എന്താണ്? ഞാൻ കഴിഞ്ഞ 2017 മുതൽ കഴിഞ്ഞ 7 വർഷമായിട്ട് മാരത്തോൺ റണ്ണർ എന്നുള്ള രീതിയിൽ ഇനിയും കൂടുതലേറെ കാലം മുന്നോട്ട് പോകാനുണ്ടെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഈ ടാറ്റ മുംബൈ മാരത്തോൺ 42 കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഓടുന്നത് ഏകദേശം 60,000-ഓളം വരുന്ന യുവജനങ്ങളാണ്. അതിൽ തന്നെ 50%-ലേറെ പെൺകുട്ടികളാണ്. ഈ യങ്സ്റ്റേഴ്സിനോടൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു നിർവൃതി, എനിക്കുണ്ടാകുന്ന മാനസികപരമായ യുവത്വം, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. സാറിന് എപ്പോഴേലും തോന്നിയായിരുന്നോ എനിക്കിത് ചെയ്യാൻ ഒക്കുമോ, will I be able to do it എന്ന് എപ്പോഴേലും തോന്നിയോ? തീർച്ചയായിട്ടും ഇതിന്റെ ആരംഭത്തിൽ അങ്ങനൊരു ദൃശ്യം, എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഡിഫിക്കൽട്ടി തോന്നിയോ? ഇത്രയും ചെറുപ്പക്കാരൻ, ഞാൻ 69, അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി? അങ്ങനെ ഒരിക്കലുമില്ല. എനിക്ക് കൂടുതൽ പ്രോത്സാഹനമാണ് ആ കുട്ടികൾ എനിക്ക് തരുന്നത്. ആ ലവ് ആൻഡ് അഫെക്ഷൻ ആൻഡ് ദി റെക്കഗ്നീഷൻ ദാറ്റ് ഐ ഗെറ്റ്, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ മറ്റൊരു കുട്ടിയെ 25-30 വയസ്സുള്ള ഒരു കുട്ടിയെ ഓവർടേക്ക് ചെയ്ത് അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടുന്നത് കാണുമ്പോൾ ആ കുട്ടികൾക്ക് ആവേശമാണ്. ഉടൻ തന്നെ അവരെ എന്നോടൊപ്പം ചേരുവാനുള്ള ഒരു വല്ലാത്ത മാനസിക നിലവാരം. അതെ, കൂടിക്കോളൂ കുട്ടികൾ എന്ന് ഞാൻ പറയും. ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ദീർഘദൂര ഓട്ടത്തിന് വളരെയേറെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് ആമുഖമായി പറയുവാനുള്ളത് അവരവരുടെ ശരീരസ്ഥിതി അനുസരിച്ചിട്ടുള്ള വ്യായാമ മുറകളിലേക്ക് മാത്രമേ ഒരാൾ കിടക്കാവൂ. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പക്ഷെ സിങ്ക്രണൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരസ്ഥിതിയെ സംബന്ധിച്ച് അവരവർക്ക് ബോധ്യം വേണം. പെട്ടെന്ന് കയറിയിട്ട് വലിയ വലിയ എക്സസൈസ് ചെയ്തിട്ട് ഞാൻ ഇന്നൊരു യുവാവായി മാറും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് മൈൻഡ് ആണ്. യു നീഡ് ടു പ്രിപ്പയർ യുവർ മൈൻഡ്. 69 ആയ അല്ലെങ്കിൽ 65 കഴിഞ്ഞു അല്ലെങ്കിൽ 70 കഴിഞ്ഞു എന്ന് വിചാരിച്ച് അയ്യോ എന്നൊരു വാക്ക് പറയാതെ ഐ ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയാണ്, എൻ്റെ വേദനകൾ എവിടെയുണ്ട്, മുട്ടിൻ്റെ വേദനയുണ്ടോ, കൈക്ക് വേദനയുണ്ടോ, നെക്ക് പെയിൻ ഉണ്ട്, ഇതൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഗ്രാജുവലി അല്ല, ദാറ്റ്സ് വാട്ട് യു സേ, ഗ്രാജുവലി യു നീഡ് ടു ഗെറ്റ് ഇൻടു ഇറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറിനോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നാട്ടുകാരെന്ത് പറയുന്നു?
ഞാൻ ഓടുന്ന കാണുമ്പോഴത്തേനും നെഞ്ചിൽ കൈവച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരാൾ ഓടുന്നുണ്ടല്ലോ എന്ന്. ഞങ്ങൾക്ക് പിന്നെ ഒന്നും നടക്കാൻ കഴിയുന്നില്ല, സാർ ഇത്രയും ഓടുന്നുണ്ടല്ലോ എന്ന് പറയും. ഏത് ഏജിലാണ് സർ ആദ്യം ഓടാൻ തുടങ്ങിയത്? ഞാൻ തീർച്ചയായിട്ടും പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി. അന്ന് ഞാൻ 5000 മീറ്ററിന്റെ ചാമ്പ്യൻ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ. അത് കഴിഞ്ഞ് ഞാൻ 2015 റിട്ടയർ ചെയ്യുന്നവരെ ഞാൻ പിന്നെ ഓടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ശരീരഭാരം വളരെ കൂടിയത് കൊണ്ട് അത് കുറയ്ക്കാനുള്ള വ്യായാമ മുറകളിലേക്ക് പോയിട്ട് എന്നെ കൊണ്ട് ഇത് കഴിയുമോ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നോ? ഒരിക്കലുമില്ല. ഇത് ഒന്നുകൂടി ചിന്തിക്കേണ്ടത്, ഞാൻ ഒരു ക്യാൻസർ സർവൈവറാണ്, 3 ടൈം ക്യാൻസർ സർവൈവറാണ്. എൻ്റെ ഒരു 58ാമത്തെ വയസ്സിൽ എനിക്ക് നെഫ്രക്ടമി ചെയ്യേണ്ടി വന്നു. ലെഫ്റ്റ് നെഫ്രക്ടമി ചെയ്തു. അത് ക്യാൻസറസ് ആയിരുന്നു. ഒരു പേടിയുമില്ലായിരുന്നു. അതിന്റെ റീസൺ is it because you have a healthy mindset, you are very determined to do things? അതൊക്കെയാണോ? തീർച്ചയായിട്ടും. Confident about yourself? Yes. എനിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ മാനസിക നിലവാരത്തിനനുസരിച്ച് എൻ്റെ ശാരീരിക നിലവാരത്തെ ഉയർത്തുവാൻ എനിക്ക് കഴിഞ്ഞു. സാറിന് ഞങ്ങളുടെ ടീം ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ we want you to hear it. This is only for you. Dedication is for you and for all the viewers to enjoy it. என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ துளிப்பேன். என் உயிர் போகும் போனாலும் உயிரில்லை கண்ணே, அதற்காகத்தான் பாடினேன். வரும் எதிர்காலம் மீது படிப்பாடும் பெண்ணே, அதற்காகத்தான் பாடினேன். முதலா முடிவா அது உன் கையில் கொடுத்து விட்டேன். எந்தன் கண்ணோடு கலந்து விடு. காலம் தடுத்தான் எந்தன் மண்ணோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நினைவே இந்த நெஞ்சோடு கலந்து
உயிரே உயிரே வந்து என்னோடு கலந்து விடு உயிரே உயிரே என்னை உன்னோடு கலந்து விடு நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு நிலவே நிலவே இந்த விண்ணோடு கலந்து விடு மழை போல் வந்து மண்ணோடு விழுந்து விட்டேன் மனம் போல் உந்தன் உன்னோடு உறைந்து விட்டேன் உயிரே இன்று உன்னோடு கலந்து விட்டேன் நினைவே நினைவே உந்தன் நெஞ்சோடு நிறைந்து விட்டேன். ഒരു പക്ഷേ ഇഫ് യു ഹാഡ് നോട്ട് ഡൺ ദാറ്റ് സർ, ഈ ഓട്ടം ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഓടാൻ പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നെങ്കിൽ സാറിന് ഇപ്പോൾ ഈ 69 ഇയേഴ്സിൽ സാറിൻ്റെ ബോഡി എന്തായാലും സാറിന് ഊഹിക്കാവും. ഞാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂ നടക്കില്ലായിരുന്നു ഒരിക്കലും. ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ പിന്നെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിക്കുവാനുള്ള സ്ഥൈര്യം ഞാൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഇന്റർവ്യൂ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഉണ്ടെങ്കിലല്ലേ ഇന്റർവ്യൂ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഐ ഫീൽ ഈവൻ ദ യങ്ങർ ജനറേഷൻ ഷുഡ് ഹിയർ ദിസ്. കൊച്ചു ജനറേഷനും യങ്ങർ ജനറേഷൻ ഉദ്ദേശിക്കുന്ന 30s 40s ഒക്കെ ഇത് കേൾക്കണം. കാരണം നമ്മളൊന്നും ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. നമുക്ക് ചിലപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വെച്ചാൽ നമുക്ക് ആയുസ് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഓടിയിട്ട് ഒരു കാര്യമില്ല. ആരോഗ്യം ഇല്ലെങ്കിൽ എവറിത്തിങ് ഇസ് ഗോൺ. സോ ഹെൽത്ത് ഹാസ് ടു കം ഫസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഈ 60-ന് ശേഷമാകുമ്പോൾ നമുക്ക് ബാധ്യതകൾ പിന്നെ ഇല്ല, ജീവിതമാണ് മുന്നിലുള്ളത്. പക്ഷേ സാർ, അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബാധ്യതകൾ ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ്. ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവർ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്നവർ. അതായത് മക്കളെ നോക്കി അവരെ വളർത്തി അവരെ സ്കൂളിലൊക്കെ വിട്ട് എല്ലാം കഴിഞ്ഞ് അവർ പഠിച്ച് ജോലിയിൽ കയറി അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഉണ്ടാവുന്ന കുട്ടികളെ അതും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആവുക. അതൊരു ഉത്തരവാദിത്വമാകാതെ കണ്ട് അതൊരു സഹായമാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു ധാരണ. പക്ഷേ അത് മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. പക്ഷെ നിങ്ങളതൊരിക്കലും ഡോണ്ട് അലൗ ദാറ്റ്. നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ടത് നിങ്ങളുടെ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. എല്ലാവരും പേരൻസ് വീട്ടിലുണ്ടല്ലോ, അവർക്ക് റിട്ടയർഡ് അല്ലേ, അവർക്കൊന്നും ചെയ്യാനില്ല, ഇനി വേറെ ഒന്നും വേണ്ട, അപ്പം ഞങ്ങളുടെ കുട്ടികളെ നോക്കിക്കോളും എന്നുള്ളൊരു വാശിപ്പുറത്ത് പോലെയാണ്. വാശിയല്ല, ഇതൊക്കെ ഒരു സ്നേഹമാണ് സർ, ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയുക, മക്കളെ നോക്കേണ്ടത് പേരൻസിൻ്റെ കടമയാണ്, ഗ്രാൻഡ് പേരൻസിൻ്റെ കടമയല്ല. ഗ്രാൻഡ് പേരൻസ് അവരുടെ റോൾ കുറേ ജീവിച്ചു. ഇനി ലെറ്റ് ദം ലിവ് ദ ലൈഫ്. അവരുടെ ബാക്കി ജീവിതം റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ. അവർ നിങ്ങളുടെ പുറകെ, നിങ്ങളുടെ മക്കളുടെയും പുറകെ അവരെ നടത്താതെ അവർ അത്രയും നാളും ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അവരുടെ പാഷൻസ് പലരും മക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. അവർ ആ സമയത്തെങ്കിലും അത് ചെയ്യട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മക്കൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ഓട്ടത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തെ എനിക്കിപ്പം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഓടാനുള്ള
വളരെ ആഗ്രഹമാണ്. ഞാൻ അടുത്ത ജനുവരി 2nd സൺഡേ ദുബായ് മാരത്തോൺ ജോയിൻ ചെയ്യുന്നു. വെരി നൈസ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഖത്തർ മാരത്തോണിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ ഇനിയും എൻ്റെ ആഗ്രഹം UK മാരത്തോണിന് പോവുക എന്നുള്ളത്. എൻ്റെ 70ാമത്തെ വയസ്സിൽ 70 കിലോമീറ്റർ ഓടി ആഘോഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആഗ്രഹം നടക്കും. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് പിന്നെ നടക്കാനുള്ള മോഹമുണ്ട്, അതിനുള്ള ഭാഗ്യം. ആക്ച്വലി നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ മതി അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലര്, എനിക്ക് ആരുടെയും സപ്പോർട്ടില്ല, എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ല, എന്നെ ഇൻസ്പയർ ചെയ്യാൻ ആരുമില്ല, എനിക്ക് ആരെങ്കിലും ഒന്ന് താങ്ങിയിരുന്ന് ഞാൻ ചെയ്തേനെ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അതൊക്കെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മൾ വിചാരിച്ചാൽ മതി നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൂട്ടണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മതി. അതിന് വേറെ ആരുടെയും സപ്പോർട്ട് നമുക്ക് വേണ്ട. നമ്മൾ തീരുമാനിക്കാൻ, ഐ ആം ഗോയിങ് ടു ഡു സംതിങ് ഇൻ ലൈഫ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ യു വിൽ ഷോർലി ഡു ഇറ്റ്. അപ്പം അതിന് സപ്പോർട്ടായിട്ട് ആൾക്കാർ വരികയും ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് 5 മണിക്ക് എൻ്റെ ഷൂ കെട്ടിയിട്ട് 5:15 മണിക്ക് എൻ്റെ എക്സസൈസ് തുടങ്ങും, 5:30 മണിക്ക് ഓടി തുടങ്ങും. എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഷൂട്ട് നടക്കുന്ന കോണ്ടൂറിലാണ്. ആൻഡ് കോണ്ടൂർ ഇസ് സിറ്റുവേറ്റഡ് ഓൺ ദി ചങ്ങനാശ്ശേരി ആലപ്പി ഹൈവേയിൽ. ആൻഡ് സർ വരുന്നത് ഇസ് ഫ്രോം ട്രിവാൻഡ്രം. And I really appreciate that, sir. And sir, vanadu and you came, you missed your train, alle? Yeah. Train ticket kittilla. And he took a bus from there. Yeah, Swift air conditioned bus. Yeah. And he's come all the way this side to talk to you guys. He wants to convey that age is just a number. And sir, തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കോൺഫിഡന്റ് ആണ്. 85 വയസ്സ് വരെ ഏതായാലും ഞാൻ ജീവിച്ചിരിക്കും. Nothing can prevent me. നല്ലത്. why don't you hope for the best? അല്ലേ? നമ്മൾ എന്തിനാ അയ്യോ നാളെ ഞാൻ ചാവും അല്ലെങ്കിൽ നാളെ ഞാൻ ചാവും, എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് അല്ലേ? നമ്മളിപ്പോഴും നല്ലത് ഹോപ്പ് ചെയ്തൂടെ? നമുക്ക് ഇവൻ കൗൺസിലിങ്ങിന് വരുമ്പം ഐ ടെൽ പീപ്പിൾ, നിങ്ങൾ എന്തിനാ എൻ്റെ നാളെ എനിക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ എന്താവും, എനിക്ക് നാളെ ആരോഗ്യം ഇല്ലെങ്കിൽ എന്താവും, അയ്യോ എനിക്ക് നാളെ ഈ നാളത്തേക്ക് ആദ്യം പിടിക്കുന്നതിന് പകരം എൻ്റെ നാളെ ഏറ്റവും ബെസ്റ്റ് ആവുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഹോപ്പ് ചെയ്തുകൂടാ? എൻ്റെ നാളെ ഇറ്റ് വിൽ ബി ഓക്കെ. പ്രശ്നങ്ങളും ഒക്കെ വേദനകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, അത് ദാറ്റ് ഈസ് വെരി നോർമൽ. പക്ഷെ നമ്മൾ അത് വരുന്നു, അതിനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. എൻ്റെ ഇന്നത്തേലും നല്ലത് എൻ്റെ നാളെ ആവും. ആൻഡ് വി ഓൾ ഡെവലപ്പ്. ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ എന്താണോ അതിലേക്ക് ഒരു ബെറ്റർ വേർഷൻ ആകാനായിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുക. ഞങ്ങളുടെ സ്വഭാവത്തിലും നമ്മളുടെ ചിട്ടയിലും ആകെ കൂടെ എനിക്ക് മാറാൻ പറ്റാത്ത ഈ 2 മണിക്കുള്ള കിടപ്പും രാവിലെ അത് മാത്രമല്ല എനിക്ക് പ്രശ്നമായിട്ട് വന്നത്. ബാക്കിയെല്ലാം കുറേ മാറ്റിൻ്റെ സ്വഭാവങ്ങളും ചിന്തകൾ ഇതൊക്കെ നമ്മൾ ഡെയിലി മാറ്റാൻ ശ്രമിച്ച് തന്നെയാണ് നമ്മളൊക്കെ പ്രായത്തിലേക്ക്. സമകാലികരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഈസ് ഇമ്പോർട്ടന്റ്. നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരും നമ്മുടെ ജൂനിയർ ജനറേഷന് സീനിയർ ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാനസിക ഉല്ലാസം ഉണ്ടാക്കുക, അത് തീർച്ചയായിട്ടും ശരീരത്തെയും ബാധിക്കുന്നത്. പിന്നെ നിരന്തരമായ ശരീര പരിശോധനകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നടത്തിയിരിക്കണം. കാരണം സമയാസമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുവാനുള്ള ആരോഗ്യമുള്ളപ്പോൾ ചികിത്സിച്ചെങ്കിൽ നല്ലതായിട്ട് അതിനെ പരിപൂർണമായിട്ട് നമുക്ക് ക്യൂറാക്കാൻ പറ്റും. ആരോഗ്യം ക്ഷീണിച്ചിട്ട് പിന്നെ നമ്മളൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സർജറിക്ക് പോകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും അത് ഇഫക്റ്റീവ് ആവില്ല. നല്ല ആഹാരം കഴിക്കണം, നല്ല വിശ്രമം വേണം, നല്ല പോലെ എക്സസൈസ് ഉണ്ടാകണം. ഉണ്ടാക്കിയ പൈസ മുഴുവൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാതെ എൻജോയ്. അതെ, യാത്രകള് പ്രകൃതി ദൃശ്യങ്ങൾ കാണുക എന്ന് പറയുന്നത് മാനസിക ഉല്ലാസമുള്ളതാണ്. അവിടെ നമ്മുടെ പ്രായം വളരെ കുറയും. അത് ഇന്നത്തെ യുവജനതയ്ക്ക് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, പലപ്പോഴും കമ്പ്യൂട്ടറുകളുടെ മുന്നിലും മൊബൈലുകളുടെ മുന്നിലും ജീവിതം ഹോമിക്കപ്പെടരുത്. ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാതെ നമ്മളെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാം. നമ്മളെ സ്വമേധയാ അഭിമാനത്തോടുകൂടി നമ്മുടെ മുഖം കാണുവാനുള്ള ആ സന്തോഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യം ഒരു പ്രശ്നമാവില്ല. റിഗ്രഷൻ ഉണ്ടാവത്തില്ല. Yes, you will ever be happy on your life. സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ താരതമ്യേന എന്നോടൊപ്പം പ്രായവും എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവരോട് പറയുവാനാണ്. So thank you so much, sir. Thank you so much, Priya. And I richly appreciate the care and attention taken by you to have this program. Thank you, sir. I'm honored to hear. Thank you so much. സോ ഇന്നത്തെ എപ്പിസോഡ് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ്. അവരവരുടെ ലൈഫിലേക്ക് നോക്കുക, എവിടെയൊക്കെ കറക്ഷൻസ് ചെയ്യാവോ അവിടെയൊക്കെ കറക്റ്റ് ചെയ്യുക. സോ വിത്ത് ദിസ് വി വൈൻഡ് അപ്പ് ടുഡേയ്സ് എപ്പിസോഡ്. So until we meet next, this is Priya Jacob signing off.